ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പലിന്റെയും വാഹനം പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചു ഇന്നലെ രാത്രി എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് കാണുന്നത്? CPM പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ്. ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം, നെറികേടിന്റെ രാഷ്ട്രീയം, ഭരണം ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനുള്ള ശ്രമം. അത് മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട്ട് പരീക്ഷിച്ചതാണല്ലോ. ദയനീയ പരാജയമായി. അത്ര വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കുമെന്ന് UDF-നേക്കാൾ മുമ്പ് LDF മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ അത്ര നിലപാട് അവിടെ എടുത്തത്. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. പരാജയത്തിന്റെ തീവ്രതയുടെ അറ്റം മനസ്സിലാക്കാൻ കഴിയാതെ കുടുങ്ങിയ പാർട്ടി എന്ത് നെറുകേട് ഇപ്പം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ജനപ്രതിനിധികളെ, ഒരു പാർലമെന്റ് അംഗത്തെയും ഒരു നിയമസഭാ അംഗത്തെയുമാണ് അപമാനിച്ച് അവഗണിച്ചത്. വേറൊരാളും ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെയോ ഇടതുപക്ഷക്കാരനോ BJP-ക്കാരനെയോ തുടർന്നില്ലല്ലോ. എന്തുകൊണ്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു? രാഷ്ട്രീയ വിരോധം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വെപ്രാളം പൂണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയിലാണ് CPM ഉള്ളത്. ഈ നെറികേടിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകും. സാധാരണ വാഹന പരിശോധന എന്നൊക്കെ രീതിയിലാണ് പോലീസ്. അതെ, സാധാരണ വാഹന പരിശോധന ഷാഫി MP-യുടെയും രാഹുൽ MLA-യുടേതും മാത്രമാണ് സാധാരണ പരിശോധന. ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്നതാണ്. പാലക്കാട്ടുണ്ടായതിനേക്കാൾ വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ നിലമ്പൂരിലുണ്ടാകും. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ മുഖ്യമന്ത്രി പ്രധാനമായി പറഞ്ഞ കാര്യം ഈ മാധ്യമത്തിന്റെയും അതേപോലെ അവരുടെ ചാനലിന്റെയും ലോഞ്ചിന് പാണക്കാട്ടെ തങ്ങന്മാരെ പോയില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലീഗിന്റെ നയം മാറിയെന്നുള്ള ലീഗിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ ആണോ മുഖ്യമന്ത്രിയുടെ ഇത്തരം വാക്കുകൾ? അല്ല, എന്തൊക്കെ നെറികെട്ട രാഷ്ട്രീയം പറയാനും പ്രവർത്തിക്കാനും മുഖ്യമന്ത്രി തയ്യാറാകും എന്നതിന്റെ ഉദാഹരണമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് കണ്ടു, ഇവിടെ കണ്ടു, എല്ലായിടത്തും കണ്ടു. തൃക്കാക്കര മുതൽ നമ്മൾ ഭരണത്തുടർച്ച ഉണ്ടായത് മുതൽ ഇദ്ദേഹത്തിനുണ്ടാകുന്ന വെപ്രാളം, ഒരബദ്ധത്തിൽ ഒരു ഭരണത്തുടർച്ച കിട്ടിയതാണ്. അതിൻ്റെതായ ഒരു വെപ്രാളമാണ് ജീവിതത്തിൽ അതിനുശേഷം ഇങ്ങോട്ട് മുഴുവൻ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. 10-30 കൊല്ലത്തിലധികം ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബന്ധത്തിൽ എല്ലാ അംഗീകാരവും കൊടുത്തുകൊണ്ടാണ് CPM ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് വെൽഫെയർ പാർട്ടി ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബന്ധം. കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത, ആ സമസ്തക്ക് കൊടുക്കാതെ വഖഫ് ബോർഡിൽ അംഗത്വം കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാണ് ഇടതുപക്ഷ ഭരണം. പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനായിരുന്ന സമയത്ത്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2006 ഗവൺമെന്റ് കേരളത്തിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് നോമിനേറ്റ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികളാണ് സമസ്തക്ക് പകരം. പാഠപുസ്തക കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ സമസ്തക്ക് അംഗത്വം കൊടുത്തില്ല, കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി പാലോളി കമ്മിറ്റി ഉണ്ടാക്കി. 13ഓളം മുസ്ലിം സംഘടനകൾക്ക് അതിൽ അംഗത്വം കൊടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളായ സമസ്തക്കും മുസ്ലിം ലീഗിനും കൊടുത്തില്ല. ബാക്കി മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കും PDP-ക്കും അടക്കം എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തിട്ടാണ് പാലോളി കമ്മിറ്റി ഉണ്ടാക്കിയത്. ഇതൊക്കെ ശ്രീ പിണറായി വിജയനും CPM-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വ്യക്തമായ തെളിവുകളാണ്. അതൊക്കെ അദ്ദേഹം മറച്ചുവെക്കാൻ ശ്രമിച്ചാലും കേരളീയ മനസ്സിന്റെ ഓർമ്മ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അത്തരം കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് ഇപ്പൊ പിണറായി പറഞ്ഞാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വിഷയങ്ങളും നിലമ്പൂരിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ഇറാനിലേക്കുള്ള അധിനിവേശ അക്രമവും വലിയ തോതിൽ തന്നെ ഇന്നലെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അത് നിലമ്പൂരിൽ പ്രതിഫലിക്കും, ചർച്ചയാവുന്നത്. അല്ല, ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ചെയ്യേണ്ടത് അവരുടെ വികസനങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കി 10 കൊല്ലയിൽ ഭരിക്കണത്, ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത നേട്ടങ്ങൾ ഇതല്ലേ പറയേണ്ടത്. അത് പറയാനില്ലാത്തതുകൊണ്ടാണ് പണ്ട് ഇറാഖ് യുദ്ധകാലത്ത് സദ്ദാം ഹുസൈന്റെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങിയവരാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CAA NRC പറഞ്ഞ് വോട്ട് വാങ്ങിയവരാ. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിലെത്തിയപ്പോൾ ആ CAA-ക്കെതിരെ സമാധാനപരമായി സമരം നടത്തിയ 850ഓളം കേസുകളെടുത്തു, ആയിരക്കണക്കിന് ആളുകളുടെ പേരിൽ. അപ്പൊ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ നിലമ്പൂരിലെ ഉത്ബുദ്ധരായ വോട്ടർമാർക്ക് കേരളീയ സമൂഹത്തിന് മനസ്സിലാവും.